എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. 1-2 ദിവസം ചെറിയ യാത്രയിലാകെ കാരണം നിങ്ങളിലേക്ക് എത്താൻ സാധിച്ചില്ല. എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. പ്രത്യേകിച്ച് നമുക്ക് പുതിയതായി പറയാൻ കൂടുതൽ സബ്ജക്റ്റൊന്നും ഇല്ലാതാണ്. എന്നാൽ ഈ വില കുറഞ്ഞ സബ്ജക്റ്റുകൾ ഒട്ടനവധിയുണ്ട്. അത് നിങ്ങൾക്കറിയാം. എന്താണ് വില കുറഞ്ഞ? ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ പ്രചരിപ്പിക്കുന്ന ന്യൂസുകൾ ഏറ്റവും നല്ലതായി പറയാൻ അതിലൊന്നും തന്നെയില്ല. എന്നാൽ നമ്മുടെ ഇൻ്റർനാഷണൽ ലെവൽ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വലിയൊരു യുദ്ധമാണ്. അതായത് വാണിജ്യ യുദ്ധം. അതായത് ട്രംപിന് ഇന്ത്യയെ ഒന്ന് ഒതുക്കണം. എന്നാൽ ഇന്ത്യയിൽ ഒതുങ്ങാൻ ഇന്ത്യക്ക് അറിയില്ല, ഒതുങ്ങത്തുമില്ല, ഒതുങ്ങുന്ന രാജ്യവുമില്ല, ആ മനുഷ്യരുമല്ല. അത് ട്രംപിന് പറ്റിയ വലിയൊരു അബദ്ധം. ട്രംപ് ഒന്ന് ശരിക്കും പറഞ്ഞാൽ ഈ വെറും നാലാംകിട ഒരു വ്യക്തി കാണിക്കുന്നതിനേക്കാളും ചെറ്റത്തരമാണ് കാണിക്കുന്നത്. കാരണം നമ്മുടെ അടുത്ത അയൽവക വെറും തീവ്രവാദം മാത്രം കൈമുതലായി സൂക്ഷിച്ചിരിക്കുന്ന ആ രാജ്യത്തിലെ പട്ടാള നേതാവിനെ വിളിച്ച് എന്തൊക്കെയോ പുരഭം പറയാനുള്ള സാഹചര്യം സൃഷ്ടിച്ചു. എന്തോ ഇങ്ങനെ പാകിസ്ഥാനെ വെച്ച് ഇന്ത്യയെ പാഠം പഠിപ്പിക്കും, അപ്പോൾ നമ്മളെല്ലാം ഭയപ്പെട്ടു പോകും. ഒക്കെ ചുമ്മാ മിഥ്യാബോധം കൊണ്ടുണ്ടാകുന്ന ഒരിതാണ്. കാരണം ഇദ്ദേഹത്തിന് ഈ ട്രംപിനെ സംബന്ധിച്ചാൽ ഐ തിങ്ക് ഈസ് ഹാവിങ് എ ലിറ്റിൽ ഫിറ്റ് മെൻ്റൽ പറയുക. പുള്ളി എന്ത് പറയുന്നു ഏത് പറയുന്നു അറിയില്ല. ഇപ്പോൾ അയാളുടെ അവസാനത്തെ ആവശ്യം നോബൽ സമ്മാനം, വേൾഡിലെ നോബൽ സമ്മാനം കിട്ടണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ആശ ഓടി നടന്ന് പല ഈ മുനീറിനെ പോലുള്ള വിവരം കിട്ടവനെയും കൊണ്ട് നടക്കുകയാണ്. സോറി, അത് ട്രംപിനല്ല നാണക്കേട്, ട്രംപ് ദ ഹോൾ അമേരിക്കൻസിനാണ് നാണക്കേട് വർദ്ധിച്ചു വെച്ചിരിക്കുന്നത്. ഈ ഡൂയിങ് ദ സച്ച് എ വേ. എനിവേ, ആ യുദ്ധം നടക്കട്ടെ. കാര്യം നമ്മൾ മഹാഭാരത യുദ്ധമൊക്കെ കഴിഞ്ഞ് ആണ് ഈ ലെവലിലെത്തിയെന്ന് ട്രംപിന് അറിയില്ല. അവർക്കൊന്നും ചരിത്രത്തിലോട്ട് കത്തറപ്പോകാനുള്ള സമയം കിട്ടിയില്ല. അത് കഴിഞ്ഞാൽ മറ്റൊരു സംഭവമുള്ള നമ്മുടെ കേരളത്തിൽ പറയുകയോ നടക്കുന്ന ഇത്രയും വില കുറഞ്ഞ സംസ്കാരശൂന്യമായി എന്തോ ഒരു വൃത്തികെട്ട് ഏതാണ് ഈ സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാൻ തോന്നുന്നത്. അതായത് ഇൻസ്റ്റൻറ്റ് ഗർഭം, ഇൻസ്റ്റൻറ്റ് കമൻറ്റ്സ്, ഇൻസ്റ്റൻറ്റ്, അതായത് എല്ലാം ഇൻസ്റ്റൻ്റാണ്. അതിൽ ചില ബുദ്ധിശാലികൾ പ്രതികരിക്കാതിരിക്കുന്നതിന് അവസാനം അവർക്കറിയാം ഇതൊക്കെ എവിടെയൊക്കെ നിൽക്കുമെന്ന്. കാരണം ഇതെല്ലാത്തിനും വെട്ടുന്ന സൈസുകളാണ്. എന്നാൽ ഒന്ന് മനസ്സിലാക്കാൻ, ചില പാർട്ടിയിലെ നേതാക്കന്മാർ ഇന്ന് അറിയപ്പെടുന്ന നേതാവ് തന്നെ അഭയം കൊടുത്ത വീട്ടിൻ്റെ മച്ചിലിരുന്ന് അവസാനം പോയപ്പോൾ പെണ്ണിനെ അടിച്ചുകൊണ്ട് പോയ കഥകളും അറിയാം. അത് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ ജനറേഷൻ അറിയാമെന്ന്. ഞങ്ങൾക്കറിയാം. കാരണം ഇതെല്ലാം പണ്ടൊക്കെ നടന്നിട്ടുള്ളതാണ്. അദ്ദേഹത്തിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ പേര് ആരാധിക്കുന്ന ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട്. ദൈവമായി കാണുന്നത്, നേതാവായി കാണുന്നതെല്ലാം അദ്ദേഹത്തിൽ നിന്നുണ്ടായതാണ്. അതായത് ഇവരെ ബ്രിട്ടീഷുകാരോ മറ്റാരോ ഒക്കെ പിന്തുടർന്ന് അവരെ പിടിക്കാൻ വേണ്ടിയുള്ളപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി അങ്ങ് വടക്ക് നിന്നും കണ്ണൂരിൽ നിന്നും ആലപ്പുഴ വന്ന് ഒരു വീട് അവർ അഭയം കൊടുത്ത ഒരു വീട്ടിൽ കൊള്ളാമെന്നുള്ള സ്ഥിതി, നല്ല സാമ്പത്തികമൊക്കെയാണ്. ആ അവസാനം ആ സ്ത്രീയെ അടിച്ചു മാറ്റി അങ്ങനെ പോയി. പക്ഷെ വേറെ കുഴപ്പമൊന്നും ചെയ്തില്ല. മാന്യമായിട്ട് കല്യാണം കഴിച്ചു. പാർട്ടിയിലൊക്കെ നല്ല എന്താ വേണ്ട അംഗീകരിക്കേണ്ട അംഗീകാരങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞു. അതും എല്ലാവർക്കും അറിയാം. ഇങ്ങനെയുള്ളവരുടെ പിൻഗാമികളാണ് ഇപ്പോൾ ആരെങ്കിലും ഒരു സ്ത്രീയെ നോക്കിയപ്പോൾ നോട്ടത്തിൽ ഗർഭിണിയായെന്ന് പറയും, അല്ലെങ്കിൽ സംസാരത്തിൽ ഗർഭിണിയായെന്ന് പറയും, അല്ലെങ്കിൽ ചാറ്റിങ്ങിൽ ഗർഭിണിയാണെന്ന് പറയും. എനിക്ക് ഇവരുടെയൊക്കെ പേരുകളൊന്ന് പറയാം. എനിക്ക് യഥാർത്ഥത്തിൽ നാണക്കേടാ. കാരണം ഒക്കെ കണക്കാ. ഈ സ്ത്രീകളെന്ന് പറഞ്ഞാൽ ഇത്രയും ചില സ്ത്രീകൾ മറ്റുള്ള സ്ത്രീകൾക്ക് ഒരു ശാപമാണ്. ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരു അമ്മ, സ്ത്രീത്വം, ഇതെല്ലാം എല്ലാവരിലും ഉണ്ടെങ്കിൽ അതില്ലാത്ത വെറും മൃഗീയമായ, ശരിക്ക് നമുക്കതിനോട് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ കുറേ പുട്ടിയും അടിച്ച് ഒരു ലിഫ്റ്റും അടിച്ച് പിന്നെ കണകുണ വർത്താനവും പറഞ്ഞ് ഞാൻ ഇതാണ്, ഞാൻ അതാണ്, എന്തൊക്കെയാണെന്നൊക്കെ അടിച്ചു പറഞ്ഞ്
ആരുമായിട്ടെങ്കിലും ആരുടെയെങ്കിലും പടലിക്ക് വീണ് ആരുടെയും തോളിൽ കയറി ചാരുക, അതിനൊന്ന് കുറച്ച് ഇഷ്യൂസ് ഉണ്ടാക്കുക, അവസാനം അതിനൊരു ഫലം കാണാതെ എല്ലാം കൂടെ ചീറ്റിപ്പോകും. അതെ, ഈ സത്യം എന്നുള്ളത് വളരെ വൈകിയേ വരത്തുള്ളൂ. ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. ഈ പഞ്ചാര അടിക്കാൻ പോണ ചില നേതാക്കന്മാരുണ്ട്, അത് വെറും മോശമാണ്. ഈ പഞ്ചാര അടിക്കരുതായിരുന്നു. പിന്നെ പഞ്ചാരയ്ക്ക് മടിക്കൊണ്ടുവന്ന പെണ്ണുങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങ് കമ്പനി അടിച്ച് അവരുടെ ആവശ്യങ്ങളെല്ലാം കഴിയുമ്പോൾ പിന്നെ ഇവിടെ ഒരു വഴിക്ക് മറ്റവൻ വേറൊരു വഴിക്ക്. അപ്പോൾ ഈഗോയിസം തുടങ്ങും. അപ്പോൾ ഈഗോയിസം തുടങ്ങുമ്പോൾ ഇവൻ പല റെക്കോർഡ് വരുന്നുണ്ടെങ്കിൽ പുറത്തിടും. അതാണിപ്പോൾ ഇവിടെ സംഭവിച്ചത്. അതുകൊണ്ട് ഇവരുടെ കാര്യത്തിൽ ആരെങ്കിലും ഇടപെടുന്ന അവർ നാളത്തേ ഉള്ളൂ, മറ്റവർക്ക് നാണക്കേടൊന്നുമില്ല. ബട്ട് ഈ സോഷ്യൽ മീഡിയക്കാർ വളരെ വളരെ മോശമായിട്ടാണ് ഇവരുടെ കഥകൾ ഇങ്ങനെ ചിത്രീകരിക്കുന്നത്. വേറെ അവർക്ക് എഴുതാനൊന്നും ഇല്ലായിരിക്കും, വേറെ സബ്ജക്റ്റ് ഇല്ലായിരിക്കും. അതുകൊണ്ട് സോഷ്യൽ മീഡിയക്കാരോടും പറയും, നിങ്ങൾ കുറച്ച് മാന്യത കാണിക്കുക, ഒരു ധാർമ്മികത കാണിക്കുക നിങ്ങളുടെ തൊഴിലിനോട്. പിന്നെ സ്നേഹിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കാരണം ഈ ഫോണിലും അതിലും കൂടെയൊക്കെ ഗർഭം നടത്തുകയും ഗർഭചിത്രം നടത്തുകയും ചെയ്യുന്ന ആ മേലാളന്മാർ ഇതൊക്കെ ഒന്ന് നിർത്തുക. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഈ നേതാക്കന്മാരുടെ പെണ്ണുങ്ങളോടും പറയാണ്, ഈ സഹിക്കാൻ വയ്യാത്തവർ നിങ്ങൾ കുറച്ച് നാൾ ഒരു എൻജോയ് ചെയ്യണമെങ്കിൽ ബോംബെ കാമാട്ടി പഠിക്കുക. അവിടെ ഒരുപാട് സ്ത്രീകളുണ്ട്, അവരോടൊപ്പം ചേർന്ന് കുറച്ചിരുന്ന് എല്ലാം കുറച്ചുകൂടെ പഠിച്ചു വരിക. അതുപോലെ തന്നെ ഈ നമ്മുടെ ആൺ സുഹൃത്തുക്കളോടും പറയാനുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുകൊണ്ട് ഇവിടെയുള്ള ഈ സ്ത്രീകൾ, ഞാൻ എല്ലാ സ്ത്രീകളും പറയും, അലവിലായിത്തരം കാണിച്ച് മനുഷ്യനെ ട്രാപ്പിംഗ് ചെയ്യാൻ വിചാരിക്കുന്ന പെണ്ണുങ്ങളുമായി ബന്ധപ്പെടാതിരിക്കുക. അതിനും ഭേദം വല്ല കാമാട്ടിപ്പുരപ്പിൽ അവിടെ ഒത്തിരി പൈസ കൊടുത്ത് ആവശ്യങ്ങൾ സാധിച്ചിട്ട് ഇവിടെ വരിക. പറ്റിയാണ് 2-3 മാസം അവിടെ ഒന്ന് ഫ്രഷപ്പ് ചെയ്ത് വരിക. അല്ലാതെ ഇവിടെ ഈ എല്ലാവരുമായിട്ട് ഈ തൊഴിലായിട്ട് നടക്കുന്നതിനൊക്കെ കമ്പനി അടിക്കാമെന്ന് വെച്ചാൽ നാണക്കേടാണ്. ഇത് ഇനിയെങ്കിലും ഇങ്ങനെയുള്ള അപമാനകരമായ കാര്യങ്ങളുമായി പബ്ലിക്കിൻ്റെ മുന്നിൽ വരാതിരിക്കുക. കാണും വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.